ഉള്ളത് ഊട്ടിയിലാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ KT വാലി, ലൗഡേൽ, പിന്നെ അവലാഞ്ചി, പിന്നെ മാഞ്ഞൂർ, ഇത്രയും സ്ഥലമാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം KT വാലിയുടെ അടുത്തുള്ള ഒരു റെയിൽവേ ടണലുണ്ട്, അപ്പോൾ അവിടെ വന്നു. പക്ഷെ അവിടെ കയറാൻ പറ്റത്തില്ല, ഇവിടെ നോ എൻട്രി വെച്ചിട്ടുണ്ട്. നമ്മളത് കയറണേ അപ്പോൾ മോശമാണല്ലോ. പക്ഷെ അതിൻ്റെ നേരത്തേക്ക് ആളുകൾ കയറുമായിരുന്നു. അപ്പോൾ അത് നല്ല രസമാണ്. ആ രണ്ട് വലിയ പാറയാണ്, അതിൻ്റെ നടുക്കൂടുള്ള വ്യൂ ഒക്കെ നല്ല രസമായിരുന്നു. പക്ഷെ അതൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാൽ വന്നേ, എന്തായാലും അത് നടന്നില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ സമയം 9:30, ഒരു 9:45, 10 മണിക്കുള്ളിൽ ഇതിലെ മറ്റേ ടോയ് ട്രെയിൻ പോകും. അപ്പം ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അതും കണ്ടിട്ട് ഇവിടുന്ന് നേരെ ലൗഡേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അവിടെ നിന്നായിരിക്കും പിന്നെ ബാക്കി സ്ഥലത്തേക്കൊക്കെ പോവാം. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ബാക്കി വീട്ടിലെ കാഴ്ചകൾ കാണാം. ഓക്കെ, ഇതോ ഗൈസ്, അവിടെ കണ്ടോ രണ്ട് വലിയ പാറ, അതിലെയാണ് ഞാൻ പറഞ്ഞ വ്യൂ ഒക്കെ കിട്ടുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതിലെ ട്രെയിൻ വരുമെന്ന് വിചാരിക്കുന്നു. ഒരു പുള്ളിയോട് ചോദിച്ചു 11 മണി എന്നൊക്കെ പറയുന്നു. നോക്കാം. ആളുകളൊക്കെ പോകുന്നുണ്ട് ഗൈസ്, പക്ഷെ നമ്മൾ കയറുന്നില്ല. റെയിൽവേയുടെ ഫൈൻ വരുമെന്നൊക്കെ അത്രയും നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ക്യാമറയും വെച്ചിട്ടുണ്ട്. ഗൈസ് കയറിയവരെയൊക്കെ പോലീസ് വന്ന് ഓടിച്ചു ഗൈസ്. എന്തായാലും നന്നായി നമ്മൾ കയറാൻ. അങ്ങനെ നമ്മൾ ലൗഡേൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് മറ്റേ കിലുക്കം സിനിമയിലെ രേവതി വന്നിറങ്ങുന്നത്. അങ്ങനെ നമ്മളും ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതുക്കെ ഇവിടുന്ന് വിടണം. ഇനി ഇവിടോട്ട് എപ്പോഴാണ് ട്രെയിൻ വരുന്നതെന്ന് അറിയില്ല. അതിൻ്റെ ടൈമോടെ നോക്കിയിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ സ്റ്റേഷനിലേക്ക് ആ ട്രെയിൻ വരുന്നതും കൂടെ കണ്ടിട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിലിരിക്കുകയാണ്. നോക്കട്ടെ, ടൈമോടെ നോക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ അവലാഞ്ചി ലേക്കിലെത്തി ഗൈസ്. പക്ഷേ ലേക്കിലൊട്ടും വെള്ളമില്ല, അങ്ങാണ്ട് ചവിട്ടിൽ ഇച്ചിരി കിടപ്പേ ഉള്ളൂ. എന്തായാലും നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചുറ്റി കാണാം. ഇതാണ് ഗൈസ് ഇപ്പോൾ അവലാഞ്ചി ലേക്കിൻ്റെ അവസ്ഥ. ഇത്രയേ ഉള്ളൂ വെള്ളം. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഒരു സീസൺ ടൈമിൽ നമ്മൾ വരണം. പിന്നെ സീസൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റത്തില്ല. ഇത് കാണണമെങ്കിൽ ഈ സമയത്ത് തന്നെ വരണം. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. അല്ലാത്തെങ്കിൽ ഇത് ഫുള്ള് ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നതല്ലാണ്ട് ഈ ഒരു വ്യൂ, ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. முன்னாடி இது சமதளம். இங்க இருந்து அந்த பாறை அந்த போற மாதிரிதான் இருக்கு. தண்ணி வழியே போகுது. வயநாடு பிரச்சனைக்கு படி எல்லாம் அடிச்சு, வயநாடு பிரச்சனைக்கு அப்படியே அடிச்சுட்டு போயிடும். அது வரைக்கும் எல்லாம் சமதளம். ഗൈസ്, കിന്നക്കോര വന്നു കഴിഞ്ഞാൽ ഇവിടെ വരെ വരാൻ പറ്റുള്ളൂ. ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് അങ്ങോട്ട് കയറ്റി വിടില്ല. ഇതാ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്, ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സെക്യൂരിറ്റി ഗാർഡും ഉണ്ട്. ഇവിടുന്ന് അകത്തോട്ട് കയറ്റി വിടില്ല. ഗൈസ്, നമ്മൾ കിന്നക്കോരയ്ക്ക് വരുമ്പോൾ തായ്ശോല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് അകത്തോട്ട് കയറ്റി വിടത്തില്ല. ഈ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അവിടെയായിട്ടാണ് ചെക്ക് പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കയറ്റി വിടത്തില്ല.
അപ്പോൾ വരുന്നവര് കിണ്ണക്കോര കാണാനായിട്ട് വരുവാണെങ്കിൽ നടക്കൂല. പിന്നെ വരുന്ന റൂട്ട് നമുക്ക് എൻജോയ് ചെയ്ത്, ഇപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് വരെ വരുന്ന റൂട്ട് നമുക്ക് അത്യാവശ്യം നൈസായിട്ട് ബൈക്ക് റൈഡൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഓടിച്ചു വരാം. അതൊരു എന്താ പറയുക, കിണ്ണക്കോര കയറാൻ പറ്റിയില്ല എന്ന് കരുതിയിട്ട് അതൊരു നഷ്ടമായിട്ട് തോന്നത്തില്ല. കാരണം അതുപോലെ രസത്തിൽ ഓടിച്ചു വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് തിരിക്കട്ടെ ഊട്ടിക്ക്.